ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചൂട് സമയത്ത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി പൊമഗ്രനേറ്റ് കുലുക്കി സർബത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ചൂട് കാലത്തും നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു കുലുക്കി സർബത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാതള നാരങ്ങയാണ്. നന്നായിട്ട് പഴുത്ത ഒരു മാതള നാരങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിലെ കുരു മാത്രമായിട്ട് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് കുലുക്കി സർബത്ത് തയ്യാറാക്കുന്ന രീതിയിലാണ് കേട്ടോ അളവുകൾ കാണിക്കുന്നത്. ഇനി ഈ അടർത്തിയെടുത്ത മാതള നാരങ്ങ ഒരു മിക്സി ജാറിലോ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിലോ ഇട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഇനി എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത മാതള നാരങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നന്നായി പഴുത്ത മാതള നാരങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാവും. ഇതിപ്പോൾ എല്ലാം തന്നെ അരിച്ചെടുത്ത് മാതളത്തിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഈ ഒരു കുലുക്കി സർബത്തിലേക്ക് ആവശ്യമായ 1 ടേബിൾ സ്പൂൺ കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഈ കസ്കസിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് ഷേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു അടപ്പുള്ള ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം എല്ലാവരുടെയും കയ്യിൽ കോക്ടെയിൽ ഷേക്കർ ഒന്നും തന്നെ കാണില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇതേപോലെ ഒരു ബോട്ടിൽ എടുത്താലും മതി കേട്ടോ. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് നെടുകെ കീറിയതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ കുതിരാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു കസ്കസില്ലേ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കസ്കസോട് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഷുഗർ സിറപ്പ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന ആ ഒരു മാതള ജ്യൂസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ഐസ് ക്യൂബ്സും കുറച്ച് തണുത്ത വെള്ളവും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ഏകദേശം 1/2 കപ്പ് വെള്ളമൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ ഒരു ചെറിയ പീസ് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം ഇനി ഇത് അടപ്പ് കൊണ്ട് നന്നായിട്ട് അടച്ചതിന് ശേഷം ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് കുലുക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായി കുലുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മാതളം വെച്ചുള്ള ഈ ഒരു കുലുക്കി സർബത്ത് തയ്യാറാക്കാൻ. അപ്പോൾ ഈ ഒരു ചൂട് സമയത്തും നോമ്പിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കി നോക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി മറ്റൊരു ഇഫ്താർ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.